വിദ്യാസാഗർ ഗുരുമൂർത്തി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അണിയറയിൽ. വളരെ കൃത്യമായുള്ള ചില ഇൻഫർമേഷനുകൾ ലഭിച്ചിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, ഈ വമ്പൻ സ്രാവുകളെ പിടികൂടുമോ SIT? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിൽ ഉള്ളത്. എന്തുകൊണ്ട് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്യ സംസ്ഥാനങ്ങളിലുള്ളവരിലേക്കൊന്നും അന്വേഷണം കടന്ന് ചെല്ലുന്നില്ല? പോട്ടെ, തെളിവെടുപ്പ് പോലും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് എല്ലാം ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങളായിട്ടാണ് ഒരു സാധാരണക്കാരൻ നിലയ്ക്ക് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ആകെ ആശ്വാസം പല വിഷയങ്ങളിലും കോടതികളാണ്. പക്ഷെ കോടതികളിൽ നിന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്ഭുതകരങ്ങളായ ഞെട്ടിക്കുന്ന സംഗതികൾ. ഇപ്പം ഗവായിയുടെ തന്നെ ആ ഒരു ഒബ്സർവേഷൻ അറിയാമല്ലോ. നിങ്ങളുടെ വിഷ്ണുവിനോട് പോയി പറയൂ എന്നൊരു സുപ്രീം കോടതി ജഡ്ജി പറയുമ്പോൾ അത്തരത്തിൽ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്ന കോടതികൾ പോലുമുള്ള ഈ കാലഘട്ടത്തിൽ വളരെ വേദനയോടുകൂടിയാണ് ഇത് കണ്ടെത്തുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പ്രശാന്ത്, നമ്മുടെ ദേവസ്വത്തിന്റെ പ്രശാന്തിനെ പറ്റി ഇന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ 2019 മുതൽ തുടങ്ങിയ ഈ ഗൂഢാലോചനയിൽ 2024 ഒക്ടോബർ 2-ന് മറ്റ് രണ്ട് സെറ്റ് ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ട്. ഇത് കൈമാറിയാൽ ചെലവ് കുറയ്ക്കാം എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞെന്നും അതിനാദ്യം ചിലരൊക്കെ എതിർത്തെങ്കിലും പിന്നീട് രേഖാമൂലം തന്നെ സ്മാർട്ട് ക്രിയേഷൻ അത് കൈമാറണം, സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ അവരുടെ കയ്യിലുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ അതിനെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 8-ാം തീയതി, ജൂലൈ 30-ാം തീയതി നമ്മുടെ ദേവസ്വം ബോർഡ് തള്ളിക്കളയും. പിന്നീട് ഓഗസ്റ്റ് 21-ന് മലക്കം മറിഞ്ഞിട്ട് വീണ്ടും അവർ അനുമതി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അത് ആരുടെ പ്രഷറാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് കോടതിയുടെ പരാമർശം വരുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഓഗസ്റ്റ് 21-ലെ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞതായി ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, PS പ്രശാന്തിന് എന്ത് താല്പര്യമാണ് ഈ പർട്ടിക്കുലർ സ്മാർട്ട് ക്രിയേഷൻസിനോടോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടോ എന്ത് താല്പര്യമാണുള്ളത്? ഇവിടെ തന്ത്രി മുതൽ, ഞാൻ പറയുന്നൊരു സാക്രിലിജിയസ് ആയിട്ട് ആർക്കും തോന്നണ്ട, തന്ത്രി മുതൽ ദേവസ്വത്തിന്റെ എല്ലാ അധികാരികൾ, എല്ലാ ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. വാസു ചോദ്യം ചെയ്യപ്പെടേണ്ടത് നിർബന്ധമായിട്ട്. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കല് ശബരിമലയിലെ ഉത്സവം നടക്കുന്ന സമയത്ത് കൈ തൊഴാതെ മാറി നിന്ന വാസുവിനെ ഞാൻ പാസ്റ്റർ വാസു എന്ന് എഴുതി ആക്ഷേപിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പലരും പേരിൽ മാത്രം ഹിന്ദുക്കളായുള്ളവരും പ്രവൃത്തി കൊണ്ടും വിശ്വാസം കൊണ്ടും മറ്റു പല വിശ്വാസങ്ങളും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് ശബരിമലയിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗുരുവായൂരിലെയും നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്ത് അപകടത്തിലാണ്. കോടതി തന്നെ നിരീക്ഷിച്ചല്ലോ, 2012 ജൂലൈ മുതൽ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ഇനി ഒരിക്കലും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട. നോക്കൂ, ഏതെങ്കിലും ഒരു ഇത്രയധികം ധനം, ഭക്തന്മാരുടെ ധനം വന്നു കുമിഞ്ഞുകൂടുന്ന ഒരു ദേവാലയത്തിൽ ഇങ്ങനെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ സാധിക്കും? ഒരു സാധാരണ ഊരാളൻ ട്രസ്റ്റിന് പോലും കൃത്യമായ കണക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നിരിക്കെ ഇത്രയധികം കോടിക്കണക്കിന് വരുമാനം വരുന്ന ഗുരുവായൂരും ശബരിമലയിലും ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ എന്തിനാണ് സത്യം പറഞ്ഞാൽ ഹിന്ദു വിശ്വാസികളെ തുടരുന്നെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോയിന്റ് അനിൽജി ദയവായി ഒന്ന് ഓർക്കണം. ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി താഴെ കളയാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു കേസാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസ്. അതിനെ ഇപ്പോൾ തന്നെ വിവിധ മാധ്യമങ്ങൾ, നമ്മുടേതടക്കം, സ്വർണ്ണക്കൊള്ള എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി, റോബറി എന്ന് വിശേഷിപ്പിച്ചു, അല്ലെ, ലൂട്ടിങ് റോബറി എന്ന് പറഞ്ഞു തുടങ്ങി. അതിനർത്ഥം കൊള്ള ചെയ്യുന്നതും കൊള്ളക്കാരനാണ്. അപ്പൊ കൊള്ളക്കാരന്മാരുടെ കൂട്ടം ദേവസ്വം ബോർഡിൽ സർക്കാരിന്റെ ആശീർവാദത്തോടെ ഇരിക്കുന്നുവെന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റുകൾ അത്രയും ഫെയർ ലൈറ്റിൽ വന്നു കഴിഞ്ഞ വിഷയങ്ങൾ. കോടതി പോലും വളരെ പ്രകോപനം കൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതൊക്കെ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കുന്ന ആളാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? അല്ല, ഹി കനോട്ട് ഡു ഇറ്റ് അലോൺ. ഹി മസ്റ്റ് ഹാവ് അക്കംപ്ലിഷസ് ഇൻ ദിസ് കേസ്. ഇതിൽ അയാൾക്ക് ഒരുപാട് കൂട്ടാളികൾ ഈ കേസിലുണ്ട്.
അവരെ പുറത്തു കൊണ്ടുവരുന്നതിലാണ് സത്യത്തിൽ ഇൻവെസ്റ്റിഗേഷന്റെ യാഥാർത്ഥ്യം. ഇപ്പൊ പിണറായി വിജയന്റെ കൂടെ സന്തോഷത്തിൽ പിണറായി വിജയൻ ഇത്ര ചിരിച്ചു നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള അപൂർവം ചില വ്യക്തികൾ, ഒന്ന് ലുലുവിന്റെ മുതലാളിയും പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും എനിക്ക് തോന്നുന്നു. ഇത്ര സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ മുഖം കണ്ട് ഞാൻ ഓർമ്മയില്ല. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞ എൻ വാസു, അതുപോലെ നമ്മുടെ പത്മകുമാർ എന്താ പറഞ്ഞിരുന്നത്? അവിടെ പണ്ടേ ചെമ്പാണെന്നാണല്ലേ, അവിടെ സ്വർണ്ണം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ക്ഷേത്രത്തെ, അയ്യപ്പനെ വിശ്വാസമില്ലാത്തവർ 100% അവരുടെ പ്രത്യയശാസ്ത്രത്തെ മാത്രം വിശ്വസിക്കുന്നവരും ശബരിമലയെ ഉണ്ണാനുള്ള വഴിയായിട്ട് തീർക്കുന്നവരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, ഇലക്ട്രൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ സർക്കാരിന് ഒരു വലിയ കറയായി മാറാവുന്ന വലിയൊരു സംഭവത്തെ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളിലേക്ക് ഒതുക്കുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട്. അടുത്ത തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്നുള്ളത് പല പാർട്ടികളുടെയും CPM-ന്റെയും അടക്കം ഒരു അജണ്ടയാണ്. അതുകൊണ്ട് വലിയ അന്വേഷണമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രത്യാശയില്ല. മാത്രവുമല്ല, അഥവാ കേന്ദ്രത്തിൽ നിന്ന് ഏജൻസികൾ ഏതെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അയ്യപ്പന്റെ സങ്കല്പത്താൽ വന്നാൽ പോലും അവർ പലവരോട് വന്നു മടങ്ങിയവരാണ്. അവർ വന്നിട്ട് എന്തായി എന്ന ചോദ്യം പിണറായി വിജയൻ തിരിച്ചു ചോദിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ വളരെ ധാർഷ്ട്യത്തോടെ പറഞ്ഞു, ED എത്ര തവണ വന്നു, എന്റെ മകനെ ഇപ്പൊ കരുവാക്കുന്നു, മുമ്പ് എന്റെ മകളെ കരുവാക്കി, എത്ര തവണ ഇവിടെ വന്നു, അവരെന്ത് ചെയ്തു എന്ന് ചോദിക്കും വിധത്തിൽ അദ്ദേഹത്തെ കൊണ്ട് നമ്മെ തിരിച്ചു കാർക്കിച്ച് തുപ്പിക്കും വിധമുള്ള അന്വേഷണ ഏജൻസികൾ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ വീണ്ടും വിശുദ്ധനാക്കി അവതരിപ്പിച്ച് 100 സീറ്റും അല്ലെങ്കിൽ 144 സീറ്റും കൊടുക്കാനുള്ള സാധ്യത ഒരുക്കുകയാണ് അവരുടെ ജോലി. അത്തരം അന്വേഷണ ഏജൻസികളെക്കാൾ ഇപ്പോൾ കോടതി പറഞ്ഞ ആ മുനയിൽ പിടിച്ചുകൊണ്ട് SIT അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും എൻ വാസുവും പത്മകുമാറും പ്രശാന്തും വേണ്ട കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ഇന്ന് കണ്ടില്ലേ, മണിപൂര ചക്രം താങ്ങി പിടിച്ചുകൊണ്ട് അയ്യപ്പന് മുമ്പിൽ മണികണ്ഠന് മുമ്പിൽ നിൽക്കുന്ന കണ്ടില്ലേ, സാക്ഷാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് പോലും മുമ്പിൽ തൊഴുതു നിൽക്കാം, ഇദ്ദേഹത്തിന് വാസവന് തൊഴാൻ മടി. ഇങ്ങനെയുള്ളവർ എന്തിനാണ് ക്ഷേത്രം ഭരിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം. നിങ്ങൾക്ക് ഹിന്ദു ദേവതകളോടോ ദേവസ്ഥാനങ്ങളോടോ മര്യാദയോ ബഹുമാനോ കാണിക്കാൻ പറ്റണമെങ്കിൽ അവിടുത്തെ ആചാരമല്ലേ ദേവനെ തൊഴുക എന്നുള്ളത് ആചാരമല്ലേ? അതുപോലും ചെയ്ത് കൈയും കെട്ടി പിന്നെ അല്ലെങ്കിൽ പൊക്കിൾ കൊടിയുടെ താഴെ കൈയും വെച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തർത്ഥമാണുള്ളത്? ഇത്തരത്തിൽ മാത്രമല്ല, വാസു പ്രസാദം വാങ്ങിയില്ല, ഓർക്കുന്നുണ്ടോ? എൻ വാസു മേൽശാന്തി പ്രസാദം കയ്യിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ വാസുവിന് വേണ്ട, വാസുവിന് അത് അസ്പൃശ്യതയാണ്. അത് ഈ ചില മതക്കാർ പ്രചരിപ്പിക്കും, ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് പിന്നെ പ്രസാദം വാങ്ങാതെ ചെകുത്താൻ്റെതാണ് ചില മതങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പാസ്റ്റർമാരൊക്കെ. അന്ന് അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റർ വാസു എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ തന്നെയല്ലേ നമ്മുടെ പിണറായി വിജയനും അവിടെ കയറി ചെന്നിട്ട് ചെയ്ത പണി എന്താ? അതുപോലെ ഗുരുവായൂർ പോയിട്ട് എന്താ അദ്ദേഹം ചോദിച്ചത്? ആ വിളക്ക് കത്തിക്കുന്നിടത്താണോ കൃഷ്ണനുള്ളത്? ഇങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളെ നിലത്തിട്ട് ചവിട്ടി ചീയിച്ചിട്ടും യാതൊരു വിഷമവുമില്ലാതെ വീണ്ടും വീണ്ടും പോയിട്ട് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നാടകത്തിന് വേദി ഒരുക്കുന്ന ഇലക്ടറൽ പൊളിറ്റിക്സിനെയാണ് ഞാൻ വെറുക്കുന്നത്. ആത്മാവില്ലാത്ത കുറെ പേര് ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ പാവപ്പെട്ട ഭക്തന്മാരുടെ കാണിക്കലിടുന്ന പണത്തിന്റെ വേദന അറിഞ്ഞുകൂടാ. അത് ഇഷ്ടം പോലെ യഥേഷ്ടം സുഖിക്കാൻ. ഇപ്പൊ പ്രശാന്തിന്റെ വീട് കണ്ടില്ലേ നിങ്ങൾ? പ്രസിഡന്റ് പ്രശാന്തിന്റെ വീട് കണ്ടു. പ്രശാന്തിന്റെ ഭൂതകാലം ഒന്ന് പരിശോധിക്കണമെന്ന് അഡ്വക്കേറ്റ് സതീഷ് അല്ല, പ്രശാന്തിന്റെ മുമ്പുണ്ടായിരുന്ന ഭൂതങ്ങളുടെയും പരിശോധിക്കണം. വാസു, എൻ വാസു, പത്മകുമാർ, ഇവരുടെയൊക്കെ പിന്നിൽ എന്തൊക്കെ ലോബികളാണുള്ളത്. കാരണം ഔട്ട് ഓഫ് കേരള, ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് സ്വർണം കൊണ്ടുപോകുന്നത് ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക്, ഇങ്ങനെ കൊള്ളയടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർണാടകത്തിൽ ഭരിക്കുന്നത് 100% ഹിന്ദു വിരുദ്ധമായ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. തമിഴ്നാട്ടിൽ 100% ക്ഷേത്രം കൊള്ളയടിക്കുന്ന സ്റ്റാലിന്റെ ഗവൺമെന്റ് ആണ്. കേരളത്തിലോ ക്ഷേത്രം വെറും വരുമാന മാർഗമായി കാണുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ്. ഈ 3 ഗവൺമെന്റുകൾ ഒന്നിച്ചാൽ സൗത്ത് ഇന്ത്യയിൽ സുഖമായിട്ട് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാം എന്ന ബുദ്ധി ഇവർക്ക് 2018 ശബരിമല കേസിന്റെ ആ ശബരിമല ഇത്രയധികം ധാർഷ്ട്യം കാണിക്കാൻ തന്നെ കാരണം ഇതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയെ വെറും കറവ പശുവായിട്ട് കാണുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് SIT ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ എൻ വാസുവും പത്മകുമാറും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പ്രശാന്തും എല്ലാവരും വാസവനടക്കം പാർട്ടിക്ക് അത് വലിയ ക്ഷീണമാവില്ലേ? പ്രത്യേകിച്ച് നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ട് അപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് വലിയ ക്ഷീണമല്ലേ? അപ്പോൾ പാർട്ടി വിട്ടുകൊടുക്കുമോ ഇവരെ? അല്ല, പാർട്ടി വിട്ടുകൊടുത്താലും ഈ പാർട്ടി താങ്ങുന്ന മറ്റു പാർട്ടികളുണ്ട്.
ഞങ്ങൾക്ക് 10 സീറ്റ്, നിങ്ങൾക്ക് ബാക്കി എന്ന രീതിയിൽ ഡീൽ ഉറപ്പിച്ചവരുണ്ട്. അവരൊരിക്കലും പിണറായി വിജയന്റെ ശോഭ കെടാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോ എന്നെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കിയിട്ട് കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധി മുതൽ ഇവിടെയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെയുള്ള സകല എണ്ണത്തിനെയും ദിവസേന തെറി വിളിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് അയ്യപ്പനാണ്, ഗുരുവായൂരപ്പനാണ്, വൈക്കത്തപ്പനാണ്, ഏറ്റുമാനൂരപ്പനാണ്. ആ ദേവതകളുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സാധാരണ ഹിന്ദു വിശ്വാസിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ ശോഭ കെടാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനേക്കാൾ ജാഗ്രത കാണിക്കുന്നവരുണ്ട് ഇവിടെ. ആ വിഷമമാണ് എനിക്കുള്ളത്. അവർ തമ്മിൽ ഒത്തുകളിച്ചാൽ ശബരിമല മറ്റൊരു ശനി ശിങ്കനപ്പുറോ അല്ലെങ്കിൽ മറ്റൊരു കൊള്ളയടി കേന്ദ്രമായി മാറും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം അയ്യപ്പൻ തന്നെ തുണ എന്നേ പറയാൻ പറ്റൂ. ഇപ്പൊ കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രശാന്തിന്റെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് ആണ്. 2024 തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ മങ്ങിയത് ദേവസ്വം കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, ഇവൻ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ക്ഷേത്രങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന ആള്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ലോബിയിങ് ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആൾ ഇവരുടെ എല്ലാം ഗ്യാങ്സ്റ്റർ ആണ് എന്നർത്ഥം. ഇവർക്ക് വേണ്ടി പുറത്തു കൊണ്ടുപോയി സ്വർണം വിറ്റിട്ടോ പണയം വെച്ചിട്ടോ കൈമാറ്റം ചെയ്തിട്ടോ രൂപം മാറ്റം വരുത്തിയിട്ടോ ലാഭം കൊടുക്കുന്ന ഏജന്റാണ് അയാൾ. അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി മങ്ങിയെന്നിരിക്കട്ടെ, അപ്പോൾ ആരെയാണ് അവിടെ മീറ്റിംഗ് വിളിക്കേണ്ടതില്ലേ? അവിടെ തട്ടാനെ വിളിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ അവിടെ മറ്റ് സ്വർണ്ണപ്പണിക്കാരെ വിളിക്കേണ്ടതില്ലേ? അവരോട് ആലോചിച്ചിട്ട് ഒരു 10 പേർക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടതല്ലേ? അതിലൊരാളെ സമർത്ഥനായ ആളെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? പരമ്പരാഗത ജോലി ചെയ്യുന്ന ആളെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ആ സ്വാഭാവിക നടപടികളൊന്നും ചെയ്യാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായും 2019 കോടതി പറഞ്ഞ ശരിയാണ്. 2019 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു കൊടുക്കും വിദ്യാസാഗർ. അതെ, ആശ്രിത വത്സരനും പിന്നെ കരുണാവാരുധിയുമായ ഉണ്ണികൃഷ്ണൻ ഇവർക്ക് വേണ്ടി എല്ലാം എന്ത് വിടുപണിയും ചെയ്തു കൊടുക്കുന്നവനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അറസ്റ്റിലായ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത്. യെസ്, കറക്റ്റ് ആണ്. അത് 100% താങ്കളുമായിട്ട് യോജിക്കുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖത്ത് ഒരു അല്പം ആശങ്കയുണ്ടായിരുന്നു. അറസ്റ്റിലായപ്പോൾ അയാൾ സമാധാനപ്പെടുകയാണ്. കാരണം തന്റെ ഏമാനെ രക്ഷിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഏമാൻ അയാൾക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ഈ കേസ് ഒരിക്കലും മറ്റൊരു തലത്തിലേക്ക് പോവില്ല എന്ന് ഉറപ്പുള്ള ഭരണാധികാരിയാണ് കേരളത്തിലുള്ളത്. ഒരു അന്വേഷണം അത് ജലീല്, ഞാനൊക്കെ വിചാരിച്ചിരുന്നു ജലീലിനെയൊക്കെ ഒരു ദിവസം ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വിളിപ്പിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ട് 14 ദിവസം അകത്തിടുന്ന് വിചാരിച്ചിരുന്നു. ജലീല് സുഖമായിട്ട് ജീവിക്കുന്നില്ല ഇവിടെ. ഇപ്പൊ ആരാണ് ഇവിടെ കുറ്റക്കാരിയായത്? അത് ഉന്നയിച്ച പെൺകുട്ടിയാണ്, സ്വപ്ന സുരേഷാണ്. ആ കേസ് വളരെ തെളിവ് കൊടുത്ത പെൺകുട്ടിയാണ് ഇന്ന് എല്ലാവരുടെയും കണ്ണിൽ കരട്, അല്ലേ? ആ കുട്ടി ഇപ്പോ മറ്റ് 10 ബോഡി ഗാർഡിനെ കൊണ്ടെല്ലാം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചു. ഇതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്പെറ്റമ്മയെ പോലും തെരുവിൽ നിർത്തി കച്ചവടം ചെയ്യാൻ കഴിവുള്ള ആ ബിസിനസ്സുകാരാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ വലിയ വോയിസ് ഒന്നുമില്ല. ഞാനൊരു ഭക്തൻ എന്ന നിലയ്ക്ക് പറയുകയാണ്, ഏറ്റുമാനൂരിൽ നിന്നും സ്വർണം കളവ് പോയിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് 2012 മുതൽ ഓഡിറ്റിങ്ങേ ഇല്ല. എത്ര വരവ് ചെലവ് ഇല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സമൃദ്ധമായി കോടിക്കണക്കിന് ഭക്തന്മാരുടെ ചെലവിൽ ഒരു 10-20 കുടുംബങ്ങൾ സുഖമായി വാഴുകയാണ് ഇവിടെ. ഇതെന്ത് ജനാധിപത്യമാണ്? ഇതെന്ത് കമ്മ്യൂണിസമാണ്? ഇതെന്ത് സമഭാവനയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയതാണ് സ്വർണ്ണപ്പാളി മങ്ങിയിട്ടുണ്ട് കേട്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. ഇത് എവിടെയെങ്കിലും സാധിക്കില്ല. ഓഡിറ്റ് ഇല്ല എന്നാര് പറഞ്ഞു? 2012 മുതൽ ദേവസ്വത്തിൽ ഓഡിറ്റിംഗ് ഇല്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ് 2015 അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ I'll read that aloud for you. പറഞ്ഞു പോകുന്നല്ല, നോക്കൂ, മനസ്സിലാക്കേണ്ടത് ജൂലൈ 2012 മുതൽ ദേവസ്വം ഓഡിറ്റിംഗ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ. 2015 വീണ്ടും അവിടുത്തെ ഗുരുവായൂർ ദേവസ്വം മീറ്റിംഗ് കൂടിയിട്ട് രേഖാമൂലം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇനി ഓഡിറ്റിംഗ് സബ്മിറ്റ് ചെയ്യേണ്ടതില്ല എന്ന്. അങ്ങനെ എങ്ങനെയാണ് ഒരു ദേവസ്വത്തിന്? കാരണം ദേവസ്വം എന്താണ്? ദേവന്റെ സ്വത്താണ്. ദേവൻ ആരാണ്? മെനഞ്ഞാന്നത്തെ നമ്മൾ ഇവിടുത്തെ ഡിബേറ്റില് 2015
ഗുരുവായൂർ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പൊ അല്ല, ആ ഓഡിറ്റ് റിപ്പോർട്ട് അതാ ഞാൻ പറഞ്ഞത്. ദേവസ്വം ഓഡിറ്റ് അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞല്ലോ, പറഞ്ഞത്. അല്ല, തെറ്റായ ഒന്ന് കേൾക്കൂ. ഇത് ശിവൻകുട്ടിയുടെ സഭയാക്കി മാറ്റരുത് പ്ലീസ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ അക്ഷരം വേണ്ടിയോ? അല്ല വിജയശേഖരൻ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, അങ്ങനെയല്ല. നമ്മൾ സതീഷേ, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അക്ഷരം വേണ്ടിയോ? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ മാന്യത കാണിക്കും പ്ലീസ്. ഓക്കെ. ഗുരുവായൂർ ദേവസ്വം ഓഡിറ്റ്സ് റിവീൽ മിസ്സിംഗ് ഗോൾഡ് ചെക്സ് ₹25 crore ഡിസ്ക്രിപ്പൻസി. 25 കോടിയുടെ ഡിസ്ക്രിപ്പൻസിയാണ് എന്നാണ് ഇത് വന്നിരിക്കുന്ന പത്രം ഡെക്കാൻ ഹെറാൾഡ് ആണ് എന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. October 21 ഇന്നലെ 2025 പിന്നെ രാത്രി 11:30 അപ്ഡേറ്റ് ചെയ്ത വാർത്തയാണ്. 25 കോടിയുടെ ഡിസ്ക്രിപ്പൻസിയാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ മാത്രം ഓഡിറ്റിംഗിൽ, പുതിയ ഓഡിറ്റിംഗിൽ, ലേറ്റസ്റ്റ് ഓഡിറ്റിംഗിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, അവർ പറയുന്നത് ലാക്ക് ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ടെമ്പിൾ വാല്യൂബിൾസ് including gold and silver, significant discrepancies between income and expenditure figures, and poor record keeping were among the findings of successive Kerala government audits of Guruvayur Devaswam for 2019, 20, 2021. The audit report also stated that after July 2012, the audit report also stated that after July 12th, the Devaswam's decisions were not made available for scrutiny. In 2015, the temple management decided that its decisions need not be submitted for audit. The report said, മനസ്സിലായിക്കോളൂ, ഇതേ നിങ്ങളുടെ കേരള ഗവൺമെന്റ് പുതിയ ഫൈൻഡിങ് പറഞ്ഞാണ് കാര്യങ്ങൾ. അതായത് 2015 ശേഷം 15 അവർ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു ഇനി ഒരു കണക്കും കൊടുക്കേണ്ടതാണ്. ഇത് ഇവന്റെയൊക്കെ പിന്നെ ഞാൻ സാധാരണ ഭാഷ പറഞ്ഞ അപ്പന്റെ വീടുന്ന് കൊണ്ടുവന്ന സ്വത്താണോ? ഇത് ഗുരുവായൂരപ്പന്റെ സ്വത്തല്ലേ? ഈ ദേവസ്വം മാനേജറുടെയോ ദേവസ്വത്തിന് കേവലം രാഷ്ട്രീയ കൂലി തൊഴിലാളികളും മയതുകൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുന്നവരുമായ ഇവന്മാരുടെ അപ്പന്മാരുടെ സ്വത്താണോ ഇത്? ഗുരുവായൂരപ്പനെ വിശ്വസിച്ചു വരുന്ന പാവപ്പെട്ട ഭക്തന്മാരെ തലയൊഴിഞ്ഞിരുന്ന പണമല്ലേ ഇത്? തീർച്ചയായും. ഇത് മാത്രമല്ല, മുമ്പ് ഞാൻ 10,000 തവണ പറഞ്ഞ കാര്യമാണിത്. അത് ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ്. CMന്റെ ചീഫ് മിനിസ്റ്ററുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് 10 കോടി രൂപയാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ കേരള ഗവൺമെന്റ് എടുത്തു മാറ്റിയത്. അപ്പോ ഉടനെ അങ്ങനെ പറഞ്ഞ ഉടനെ CPMന്റെ ക്യാപ്സൂൾ വിഴുങ്ങികൾ എന്നോട് പറഞ്ഞതെന്നറിയോ? അത് അങ്ങനെയല്ല, ദേവസ്വം കൊടുത്തതാണെന്ന്. There is no right for the ദേവസ്വം to offer money like that. ദേവസ്വത്തിന് അങ്ങനെ പണം കൊടുക്കാൻ യാതൊരു അധികാരവുമില്ല. കാരണം ദേവസ്വം എന്നത് പെർപ്പച്വൽ മൈനറായ ഡിയറ്റിയുടെ, ദേവതയുടെ കാര്യക്കാരൻ മാത്രമാണ്. ആ പണം എടുത്ത് തന്നിഷ്ടപ്രകാരം അവരിന് കൊടുക്കാനും ഇവന് കൊടുക്കാനും ഒരു കാരണവശാലും പാടുള്ളതല്ല. അതാണ് ഇവർ ഓഡിറ്റ് ചെയ്യാതിരുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം. എന്താണ്? താൻ തോന്നിയത് പോലെ ഇഷ്ടം പോലെ പണം അങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. ഗുരുവായൂർ ദേവസ്വം മുതൽ എല്ലാ ദേവസ്വങ്ങളുടെ ഓഡിറ്റ് സത്യം പറഞ്ഞ് ഞാനിത് വളരെ മുമ്പ് പറഞ്ഞ് മടുത്ത് നാണം കെട്ടിരിക്കുകയാണ്. ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേകമായൊരു ഓർഡിനൻസ് കൊണ്ടുവരിക എന്ന് ഞാൻ 2018 പോലെ പറഞ്ഞപ്പോൾ ഞാൻ മറ്റു പലരുടെ ശത്രുക്കളായി, സ്വന്തം വീട്ടിൽ അന്നമില്ലാത്തവനായി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ ശ്രദ്ധ ശബരിമലയിലേക്കും ഗുരുവായൂരിലേക്കും വന്നില്ലെങ്കിൽ ആ ഗുരുവായൂർ അപ്പൻ പോലും അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത്ര അധികം കൊള്ളക്കാരാണ് അവിടെ ഭരിക്കുന്നത്. കൊള്ളക്കാരല്ലെങ്കിൽ എങ്ങനെയാണ് 2019, 20, 2021 ഓഡിറ്റ് 2025 പരിശോധിക്കുക? ഇതിനൊന്നും ഉത്തരവില്ല. നിങ്ങളുടെ സർക്കാരിന്റെ ഫൈൻഡിങ് ആണ് എന്ത്? 2015 മുതൽ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ഇനി നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോ എന്തുമാതിരത്തെ കൊള്ളയാണ്, വനം കൊള്ളയല്ലേ, പകൽ കൊള്ളയല്ലേ നടക്കുന്നത്? ഇത്തരം കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഹിന്ദുക്കൾക്ക് ഒരു പ്രതീക്ഷയായിട്ട് കോടതി ഇന്നൊരു വാക്യം പറഞ്ഞിരിക്കുന്നു. ആ വാക്യം തുടരുകയും SIT അവരുടെ ധർമ്മം, ഈശ്വര വിശ്വാസികളായ പോലീസുകാർ അതിലും ഉണ്ടാവുമല്ലോ, തുടരുകയും ചെയ്താൽ ഇവിടെയുള്ള സകല കള്ളന്മാർക്കും ഇരട്ടടിയായിരിക്കും. മാത്രവുമല്ല, അടുത്ത തവണ പ്രതീക്ഷിച്ചിരുന്ന 100 സീറ്റ് കിട്ടിക്കൊള്ളുന്നുമില്ല.